നിനക്കൊന്നും കാര്യം ഇനി മനസ്സിലായിട്ടില്ല. നദവിക്ക് മനസ്സിലാകാത്ത പോലെ തന്നെ ഇവിടെ നമ്മുടെ തർക്കം അവർ തൗഹീദുള്ളവരോ സലഫിയത്തുള്ളവരോ എന്നൊന്നല്ല. സാക്ഷ്യം സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മൾ എന്തു ചെയ്യണം? ഇപ്പം ഞാൻ തന്നെ കണ്ടതെന്ന് വെച്ചോ, ഞാൻ ഇവിടുത്തെ ഹിലാൽ കമ്മിറ്റിയെയും മറ്റും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, കാദിമാരെയും. ആരും സ്വീകരിച്ചില്ല. ഇപ്പോൾ ഖുറാഫികളെ മാത്രം പറഞ്ഞതിനാ മുജാഹിദീങ്ങൾ സ്വീകരിച്ചോ? ആരും സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സ്വീകരിക്കാതിരുന്നാൽ എന്തു ചെയ്യണം? ശവ്വാൽ മാസപ്പിറവി കണ്ട വ്യക്തി അയാൾ പോലും ജനങ്ങളോടൊപ്പം നോമ്പെടുക്കണം എന്നാണ് നമ്മളാ പറഞ്ഞ ഫത്വകളിലൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? അത് നമ്മളെ നാട്ടിൽ അതേ വിഷയം തന്നെയാണ് ആ ഫത്വകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവർക്ക് തൗഹീദ് ഉണ്ടോ, അവർ സലഫിയത്തുണ്ടോ എന്നൊന്നല്ല. പിന്നെ കാലി സ്വീകരിച്ചില്ല, ഖുറാഫി സ്വീകരിച്ച. ഖുറാഫി പോട്ടെ, നിങ്ങൾ ഹിലാൽ കമ്മിറ്റി സ്വീകരിച്ചോ? ഇവിടെ KNM സ്വീകരിച്ചോ, വിസ്ഡം സ്വീകരിച്ചോ, മടവൂരികൾ സ്വീകരിച്ചോ, ആരാ സ്വീകരിച്ചോ? തബ്ലീഗുകാർ സ്വീകരിച്ചോ? ആരും സ്വീകരിക്കാത്ത ഒരു മാസപ്പിറവി, അത് സത്യമാണെങ്കിൽ പോലും ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി അത് സ്വീകരിക്കാൻ പാടില്ല. ഇനി ഒരാൾക്കങ്ങനെ ബോധ്യമായിട്ട് കണ്ടു എന്ന് ഉറപ്പായാൽ അയാൾക്ക് സ്വന്തമാണെങ്കിൽ നോമ്പ് മുറിക്കാം. പക്ഷെ അത് പരസ്യമായി ചെയ്യാൻ പാടില്ല എന്നും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. നദ്വി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ ഇത് കേട്ടില്ലേ? ലോകത്തെല്ലായിടത്തും ഒരു പെരുന്നാളാക്കണം. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. അതൊക്കെ ഉലമാക്കൊക്കെ കണ്ട അഭിപ്രായമുള്ള വിഷയമാണ്. അതുകൊണ്ട് നിയാഫും ഞാനും അതുപോലെ മുഹ്സിനും ഒപ്പിട്ട വിഷയമുണ്ടല്ലോ, നമ്മളതിൽ കടുംപിടുത്തല്ലേ നമുക്ക്. നമ്മളിപ്പോൾ ഒരാൾ നോമ്പ് വിട്ടാൽ അയാളെ നമ്മൾ ആക്ഷേപിക്കില്ല. പക്ഷെ മൂപ്പര ശൈലി അനുസരിച്ച് എന്താക്കി, അത് സ്വീകരിച്ച മൂപ്പര അഭിപ്രായം സ്വീകരിക്കാത്തവരെ പരിഹസിക്കുകയും കുത്തിപ്പറയുകയും അത് പാടില്ലല്ലോ. അതാണിപ്പോൾ ഇതിലെ വിഷയം. മനസ്സിലായില്ലേ? അതിലൊരു മര്യാദല്ലേ? ഒരു പേരോടിന് മറുപടി പറയുന്നത് പോലെയാണോ ഒരു ഫിഖ്ഹി വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ, സലഫി ഉലമാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തൽ? നമ്മുടെ ചില സഹോദരങ്ങൾ ഇങ്ങനെ ചില ഫത്വകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. ഞാൻ ഇൽമിയായ ചർച്ചയ്ക്ക് വേണ്ടി ഇത് പറയുകയാണ് എന്ന് പറഞ്ഞ് ഒരു അതബോടെ പറഞ്ഞെങ്കിൽ പ്രശ്നമുണ്ടോ? ഇത് പാതിരാ ഫത്വ, ഇവർക്ക് എവിടെ നിന്നിട്ട് ഇവർക്ക് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആ രീതിയിൽ സംസാരിക്കുന്നത് സലഫിയത്തിനോട് യോജിച്ചതല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിയോജിപ്പിൻ്റെ മര്യാദ, ഖിലാഫുകൾ എങ്ങനെ സ്വീകരിക്കണം എന്ന മര്യാദ, അത് എല്ലാവരും പഠിക്കണം. മനസ്സിലായില്ലേ? നദീ പറഞ്ഞിട്ട് എന്ത് കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത്? ഖുറാഫിക്ക് അതിൻ്റെ സ്വീകരിക്കണ്ട. ശരി, നമ്മൾ പോയി നോക്കി, നമ്മളാളെ ഏൽപ്പിച്ച എന്തിനാ? നമ്മൾ ഏൽപ്പിച്ചത് ഇവിടെയുള്ള ഹിലാൽ കമ്മിറ്റിയെയും അതുപോലെ കാദിമാരെയും ബോധ്യപ്പെടുത്താനാണ്. അവർ തമ്മിൽ ഒത്തു കളിച്ചു, അല്ലെങ്കിൽ ലീഗേറ്റ് ഒത്തു, MES എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ പോയി നോക്കിയാൽ നമുക്കതിൽ കറക്റ്റ് പറയാൻ കഴിയുമല്ലോ. അതിനു വേണ്ടിയാണല്ല, നമ്മൾ ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കാനല്ല. നമ്മൾ നാലാൾ ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കി ആര് സ്വീകരിക്കും? ഇവിടെ ഭിന്നിപ്പുണ്ടാവുന്നല്ലാതെ. ഇതിപ്പോൾ കണക്കനുസരിച്ച് മാസപ്പിറവി ഉറപ്പിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന ഉലമാക്കൾ പോലും അവർക്കതിനോട് യോജിപ്പില്ല. പക്ഷെ ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ പോലും ആ നാട്ടിലെ ആളുകൾ എന്നാണോ നോമ്പെടുക്കുന്നത് അന്ന് നോമ്പെടുക്കുക, ആ നാട്ടിൽ എന്നാണ് പെരുന്നാൾ ആഘോഷം അന്ന് പെരുന്നാൾ ആഘോഷിക്കുക. പിന്നെ ഇവർക്ക് അത്ര യക്കീനുണ്ടെങ്കിൽ ഇവർ പെരുന്നാളും ഉണ്ടാറില്ലേ? നദ്വിയൊക്കെ നാട്ടിൽ പെരുന്നാളും ഉണ്ടാക്കണ്ടേ? എന്താ അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇത് ഖുറാഫിനെ പറ്റൂല? പിന്നെ ഇവർ ജനങ്ങളോടൊപ്പം പെരുന്നാൾ ആഘോഷിച്ചത് എന്തിനാ? ആ പറഞ്ഞ ജനങ്ങൾ ഖുറാഫികളല്ലേ ഭൂരിഭാഗം. അപ്പം അതെല്ലാം നമ്മളെ ഒരാവേശത്തിൻ്റെ പുറത്ത് പണ്ട് നമ്മൾ മുജാഹിദായിരുന്ന കാലത്തുള്ള ആ അഭിപ്രായ വ്യത്യാസം പോലെ ആക്കാൻ പാടില്ലതുള്ളൂ. ഇതിലാകെ ഒരു ചെറിയ വിഷയമുള്ളൂ. ആ വിഷയം എന്ന് പറയുന്നത് സാക്ഷ്യം തള്ളപ്പെട്ടാൽ പിന്നെ മുസ്ലിമീങ്ങൾ എന്തു ചെയ്യണം. അപ്പോൾ അതിന് ഹദീസ് ഉണ്ട്, മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജനങ്ങൾ നോമ്പ് നോമ്പെടുക്കുക. അതാണ് ഉലമാക്കൾ ഫത്വയിലുള്ള. ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിക്കുക. ഞാൻ ടാഗ് ചെയ്തിട്ടുള്ളത് അമൽ സാഹിബോട് ഒട്ടിട്ടുള്ള സക്കരിയ സലാഹി റഹിമഹുല്ലയുടെ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാവും. ഒരവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏകദേശം അവസാന കാലമായപ്പോൾ ഈ ഹിലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ നമ്മൾ കൂടിയിരിക്കുകയും നിലവിലുള്ള സംവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ പുനഃപരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന നിലക്ക് മുന്നോട്ട് വെച്ചു അദ്ദേഹം. അങ്ങനെ ഒരു ആലോചനകളൊക്കെ നടന്നു. അങ്ങനെ എന്ത് ചെയ്തു?
നമ്മൾ മാസം പോയി കാണണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കുറേ കുട്ടികൾ, ഈ വിസ്ഡത്തിൻ്റെ ആളുകൾ അടക്കമുള്ള കുറേ കുട്ടികൾ അന്ന് കാപ്പാട് പോയി. 7ഓളം കുട്ടികൾ പോയി. അങ്ങനെ ഒരു മാസം കണ്ടു. കേരള ഹിലാൽ കമ്മിറ്റിയെ അറിയിച്ചു. ഹിലാൽ കമ്മിറ്റിക്കാർ പറഞ്ഞു, പിന്നെ നിങ്ങൾ കാളിമാരെടുത്ത് പോകണം. അങ്ങനെ ഒരു കാളിമാരെടുത്ത് പോയി. കാളിമാരെടുത്ത് പോയപ്പോൾ കാളിമാർ എന്ത് ചെയ്തില്ല, ഇത് വഹാബികളായതുകൊണ്ട്, വഹാബികളെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ സ്വീകരിച്ചില്ല. ബിസ്ഡക്കാരും സ്വീകരിച്ചില്ല, ഇവിടുത്തെ മടവൂർ വിഭാഗക്കാരും സ്വീകരിച്ചില്ല, മർക്കസ് ദാവക്കാരും സ്വീകരിച്ചില്ല. അങ്ങനെ എല്ലാവരും 7 പേര് കണ്ടിട്ടുള്ള ഒരു സാക്ഷ്യം സ്വീകരിക്കപ്പെടാതെ തള്ളി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ നോമ്പെടുക്കാൻ ഒരു കൂട്ടർ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ച നടന്നു. ആ ചർച്ച നടന്നപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പിലുള്ള ചർച്ച ഏകദേശം അവസാനമായപ്പോൾ സക്കരിയ സലാഹി എന്ത് ചെയ്തു, ഇതിലെന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു തീർപ്പ് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പറഞ്ഞ 2 ആൾക്കാർ പോയി. മൂസിൻ ആൻഡ് നിയാഫ് ബിൻ ഖാലിദ് എന്ന് പറഞ്ഞ 2 മുഫ്തിമാർ പോയിട്ട് ഒരു ഫത്വ ഉണ്ടാക്കിയിട്ട് സക്കരിയ സലാഹിയെ കൊണ്ട് അതിൽ ഒപ്പിടിയിച്ചു. അങ്ങനെ അതൊരു ഫിത്തനയായി, ഞങ്ങൾക്കിടയിൽ അതൊരു ഫിത്തനയായി, ആവശ്യമില്ലാത്തൊരു ഫിത്തന കൊണ്ടുവന്നിട്ടു. അപ്പൊ അതിനെ സംബന്ധിച്ച് നദ്വി ആ ചെയ്തത് ശരിയായില്ല എന്ന് രൂക്ഷമായി വിമർശിക്കുക തന്നെ ചെയ്തു അദ്ദേഹത്തെ. അത് ഖുത്ബയിലാണ് വിമർശിച്ചത്. അദ്ദേഹത്തിന് നദ്വിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് വിമർശിച്ചു. ആ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് നാദാപുരത്തുകാരനായ ഒരു ദോശൈക ദൃക്ക്, ഞാൻ അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയേണ്ടി വരിക, വേറെ ചില പ്രയോഗങ്ങളാണ് നടത്തേണ്ടത്. സക്കരിയ സലാഹിക്ക് വോയിസ് ഇട്ടു. ആ വോയിസിന് സക്കരിയ സലാഹി കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇത്. ഇതിൻ്റെ അവസാനത്തിൽ എന്തും കൂടി പറയുന്നുണ്ടെന്നറിയോ, ഈ വോയിസ് വേറെ ആർക്കും ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്നും കൂടി അതിലുണ്ട്. ഈ വോയിസ് തുടക്കത്തിൽ പ്രചരിപ്പിച്ച കാലത്ത് അതും കൂടി ഉണ്ട്. അങ്ങനെ അമാനത്തോടു കൂടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു വോയിസ് ആകുന്നു ഇത്. വേറെ ആർക്കും ഫോർവേഡ് ചെയ്യരുത്, ഞങ്ങൾ ഈ വിഷയത്തിൽ അവസാനം കൂടിയിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൂടിയിരിക്കും, ഞങ്ങൾ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞ് ആർക്കും ഫോർവേഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരമാനത്തായ വോയിസ് ആ ചങ്ങാതി ഈ സക്കരിയ സലാഹിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ലോകത്ത് പ്രചരിപ്പിച്ചോ എന്നതാണ് സത്യം. ഇതാണ് ഇവരുടെ നിലപാട്. ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല വോയിസുകൾ, എൻ്റെ ഒരു വോയിസ്, അന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞൊരു വോയിസ് എൻ്റേത് ഇപ്പം നാട് നീളെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപനവും കാലവും ഒക്കെ മാറി, സമീപനങ്ങൾ അന്നത്തെ ധാരണ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി, തെളിവ് കിട്ടിയതിനനുസരിച്ച് ഒരുപാട് മാറി. അപ്പൊ ഈ മാറിയ സാഹചര്യത്തിൽ പണ്ട് ഇദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവസാനം സക്കരിയ സലാഹി, ഞാൻ, അബ്ദുറഹ്മാൻ നദ്വി, അബ്ദുൽ ഹമീദ് സുല്ലമി, അബൂബക്കർ മൗലവി, മുല്ല, ശംസുദ്ദീൻ പാലത്ത്, തുടങ്ങി ഒരു 5-8 പേര് കോഴിക്കോട് സലാഹിയുമായി കൂടിച്ചേർന്ന് മീറ്റിംഗ് കൂടി. അതിൽ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും വളരെ സന്തോഷത്തോടും പിരിയുകയും ചെയ്താണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള അകൽച്ചയുണ്ടായിട്ടില്ല. മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും അദ്ദേഹവുമായി അടുത്ത ബന്ധവും സ്നേഹബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ ഒരു മരണം ഉണ്ടാകുന്ന. റഹിമഹുല്ലാഹു റഹ്മത്തൻ വസിയ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അമാനത്തായി ഏൽപ്പിച്ചിട്ടുള്ള വോയിസുകൾ പോലും വിരോധവും വിദ്വേഷവും പരത്തുന്നതിന് വേണ്ടി പുറത്ത് പ്രചരിപ്പിക്കുന്ന ഈ മനുഷ്യന്മാരുടെ നിലപാട് ഇസ്ലാമികവുമല്ല മനുഷ്യത്വപരവുമല്ല. ഇനി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാം. ഈ വോയിസിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കാണാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ ഏൽപ്പിച്ചത് എന്തിനാ? മാസം നോക്കാൻ നമ്മൾ ആളെ ഏൽപ്പിച്ചത് എന്തിനാ? അത് ഇവരോടൊക്കെ ഒന്ന് പോയി പറഞ്ഞു നോക്കാനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. പറഞ്ഞിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിൻ്റെ പേരിൽ നോമ്പും പെരുന്നാളൊന്നും ആക്കാൻ പറ്റൂല. അത് ശരിയായ നിലപാടല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ആ നിലപാട് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ. കാരണം തെളിവിനെതിരാണത്. ഇവിടെ പണ്ഡിതന്മാരുടെ ഫത്വകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫത്വകൾ ഉണ്ടാവും. നമ്മൾ ഏത് അവസരത്തിൽ ഏത് സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്, ആ ചോദ്യത്തിനനുസരിച്ചായിരിക്കും ഫത്വകൾ വരിക.
അതുകൊണ്ട് ഫത്വകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം ഓരോരോ സാഹചര്യത്തിൽ ഫിത്നകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫത്വകൾ കൊടുക്കുക. ഫത്വ കൊടുക്കുന്നവരായ ആളുകൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു നാട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ ആഘോഷിച്ചോ എന്ന് ആരും പറയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ആരും പറയില്ല. ഞങ്ങൾ മാത്രം പെരുന്നാൾ ആഘോഷിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ആരും മറുപടി പറയില്ല. അതിന് ഇവിടുത്തെ പ്രത്യേകമായ സാഹചര്യം എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ സാഹചര്യം എന്താ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഏകീകൃതമായ ഒരു സംവിധാനവും ഇല്ല. മാസം ഉറപ്പിക്കുന്നതിന് ഏകീകൃതമായ സംവിധാനമല്ല. ഇവിടെ ഒരു ഇസ്ലാമികമായ ഭരണമില്ല. നേരത്തെ നമ്മൾ ഫത്വ വായിച്ചില്ലേ? ഓസ്ട്രേലിയയിലെയും അമേരിക്കയിലെയും മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇഖ്തിലാഫിൽ മത്താലി പരിഗണിക്കേണ്ടതില്ല, അല്ലാതെ തന്നെ നോമ്പും പെരുന്നാളും ആഘോഷിക്കാം എന്നല്ലേ ഓൽക്ക് ഫത്വ കൊടുത്തത്. ആ ഫത്വ നമ്മൾക്കും ബാധകമാണ്. ഇവിടെ ഏകീകൃതമായ ഒരു സംവിധാനം ഇല്ല. ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ല. ഇവിടെ മുജാഹിദുകൾ എന്ന് പറയുന്നവർ 8 ജാതിയാണ്. ഈ 8 ജാതിക്ക് 8 തരത്തിലുള്ള നിലപാടാണ്. ഇവിടെ ഏകീകൃതമായ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സൗദി അറേബ്യയോ അതുപോലെ തന്നെ അടുത്ത ഇസ്ലാമിക രാജ്യങ്ങൾ ഉള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലോ നോമ്പ് പെരുന്നാളും ആക്കുന്നു. അതിന് അനുകൂലമായ ഫത്വണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നതിന് ഫത്വണ്ട്. ഞങ്ങൾ ആ ഫത്വയുടെ അടിസ്ഥാനത്തിലും ഇസ്ലാമിക ലോകത്തെ ഏകകണ്ഠമായ ഏറ്റവും ഭൂരിപക്ഷമുള്ള അഭിപ്രായത്തിൻ്റെയും നിലപാടിലാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ഫിത്നയുണ്ടായിട്ടില്ല. എന്താ ഇപ്പം ഞങ്ങൾ 4 കൊല്ലം 5 കൊല്ലമായിട്ട് പിന്നെ ഓരോ പെരുന്നാളിനും ഓരോ നോമ്പിനും വ്യത്യസ്തമായി തന്നെയാണ് ഇവിടെ നോമ്പും പെരുന്നാളും എടുക്കുന്നത്. അത് ഞങ്ങളെപ്പോലെ തന്നെ വേറെ ആൾക്കാരും ചെയ്യുന്നത്. നോമ്പിന്റെ കാര്യത്തിൽ പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മർക്കസ് ദേവന്റെ ആൾക്കാരുണ്ട്, കണക്കിന് മാത്രം ആസ്പദി നോമ്പ് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരും ഞങ്ങൾ നോമ്പ് നിൽക്കുന്ന അതേ ദിവസത്തിൽ ഇവിടുത്തെ സമസ്തക്കാർ നോൽക്കാത്ത അല്ലെങ്കിൽ വിഷ്ടക്കാർ നോൽക്കാത്ത ദിവസങ്ങൾ നോൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇപ്പം ലോകം എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ അപ്പം അതുകൊണ്ട് ഭിന്നിപ്പ് ഉണ്ടായത്? പെരുന്നാൾ ആഘോഷിക്കുന്നതും ഞങ്ങളെ കൂട്ടത്തിൽ പല ആൾക്കാരും വന്നിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഇപ്പം നിങ്ങൾക്ക് ദോഷമുണ്ട്? ഇവിടെ എന്താണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത്? എന്താ അവിടെ ഭിന്നിപ്പുണ്ടായത്? ഒരു കൂട്ടർ പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഈദ്ഗാഹിൽ പോയി പെരുന്നാൾ ആഘോഷിക്കുന്ന എന്താ അവിടെ ഭിന്നിപ്പ്? ഇനി തിരിച്ചു ചോദിക്കട്ടെ, ഭിന്നിപ്പ് നിങ്ങളുടെ ഇടയിലൊന്നുമില്ല? ഭിന്നിപ്പ് ഒഴിവാക്കണം. എന്ത് ഭിന്നിപ്പ്? ഇവിടെ ആടെ യോജിപ്പ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വേണ്ടേ? ഇവിടെ എന്ത് യോജിപ്പായി ദുനിയാവിലുള്ളത്? ഞാൻ ചോദിക്കട്ടെ. ഇവിടുത്തെ യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിസ്റ്റത്തിന്റെ നിലപാടനുസരിച്ച് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ KNM-കാരാകട്ടെ അതുപോലെ തന്നെ മർക്കസ് ദേവക്കാരാകട്ടെ ഹിലാൽ കമ്മിറ്റി ആകട്ടെ, ഇവർക്കൊക്കെ 29 ആകുമ്പോൾ വിസ്റ്റക്കാർക്കും കേരളത്തിലെ സമസ്തക്കാർക്കും 28 ആകാറുള്ളൂ. കുറേ വർഷങ്ങളായിട്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നോമ്പിന് പിന്നെ മാസം കണ്ടു. എത്ര മാസം കണ്ടത്? ഇവർ 29 എന്ന് പറഞ്ഞ ദിവസത്തിൽ ശരിക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 29 തന്നെ യഥാർത്ഥത്തിലുള്ള 29, അതായത് സമസ്തക്കാർക്കും അതുപോലെ തന്നെ വിസ്റ്റക്കാർക്കും 28 KNM-കാർക്ക് 29 ആ 29 തന്നെ കണക്ക് പ്രകാരം അരമണിക്കൂർ ചക്രവാളത്തിൽ ചന്ദ്രനുണ്ട്. പക്ഷേ ആരും കണ്ടതുമില്ല, ഉറപ്പിച്ചതുമില്ല. പിറ്റേന്ന് പിന്നെ മാസം പൂർത്തിയാക്കിയിട്ട് ആണ് അവർ നോമ്പ് തുടങ്ങുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 29 സൗദി അറേബ്യയിൽ മാസം കണ്ട വിവരം അനുസരിച്ച് ഞങ്ങൾ നോമ്പ് തുടങ്ങി. ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ 28 ഉള്ളൂ. അപ്പോ വിസ്റ്റക്കാരൻ മാസം നോക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ എന്നാണ്? അവർക്ക് 28 ദിവസത്തിൽ 29 ഒറിജിനലായിട്ട്. അന്ന് തന്നെ അരമണിക്കൂർ ചന്ദ്രനുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം പോലും ഞാൻ മാസം കാണാൻ ഏൽപ്പിച്ചു. അവർക്ക് 29, അതായത് യഥാർത്ഥത്തിൽ 1 ദിവസത്തിൽ മാസം നോക്കാൻ ഏൽപ്പിച്ചു. അന്ന് 1.5 മണിക്കൂറുണ്ട് ചന്ദ്രന്റെ പിന്നെ ആകാശത്ത്. 1-2 മണിക്കൂർ നിന്ന് കത്തി തിളങ്ങി. ഏതെങ്കിലും ഒരു 29 ഇത്രയും സമയം ദൈർഘ്യമേറിയ സമയത്ത് ചന്ദ്രൻ ആകാശത്തിലുണ്ട ഒരു തെളിവ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ? അപ്പൊ തെറ്റായ തീരുമാനമാണത്. 100% തെറ്റായ തീരുമാനമാണ്. ആ തീരുമാനമാണ് ഇപ്പൊ സമസ്തക്കാരനും ഇവിടുത്തെ ഇഷ്ടക്കാരനും എടുക്കുന്നത്. അപ്പൊ അവിടെ യോജിപ്പില്ല. അവിടെങ്കിലും യോജിക്കാൻ നിങ്ങൾ നോക്കണ്ടേ? എന്നിട്ടിപ്പോ എന്താ പറയുന്നത്? നിങ്ങൾക്ക് 28 20 എന്തെങ്കിലും ആകട്ടെ, നിങ്ങളിപ്പോ ഉറപ്പിക്കാനോട് തയ്യാറില്ല. നിങ്ങൾക്ക് ഉറക്കണമെങ്കിൽ എന്ത് വേണം? സമസ്തക്കാരനെ ഉറപ്പിക്കണം. എന്നാ പിന്നെ അത് നിങ്ങളുടെ നാട് പിരിച്ചിട്ട് സമസ്തക്കാരനെ ഏൽപ്പിച്ചൂടെ? നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അവിടെങ്കിലും ഒരു യോജിപ്പ് നിങ്ങൾക്ക് കാണിച്ചൂടെ? അത് നിങ്ങൾക്ക് തയ്യാറല്ല. നിങ്ങൾ അവിടെയും വേറെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. മുജാഹിദുകളോട് ഭിന്നിപ്പ്, സമസ്തക്കാരോട് യോജിപ്പ്. അതപ്പോ വിസ്റ്റക്കാരന്റെ നിലപാട് അല്ലേ? എന്നിട്ട് ഞങ്ങളോട് പറയാം എന്ത്? നിങ്ങൾ യോജിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ മുനാശൊന്നും ആവശ്യമില്ല. ഞങ്ങൾ
ശരിക്കും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായി ചെയ്യുന്നത്. ഇനിയിപ്പോ KNMന്റെ നിലപാടെന്താ? ഈ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഈ വിഷയത്തിൽ യോജിപ്പുണ്ടോ? ഇവിടുത്തെ സമസ്തക്കാരൻ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ സക്കരിയ സലാഹി ഇത് പറയാൻ എന്താ കാരണം? 7 പേര് പോയി മാസം കണ്ടിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും ബോധ്യപ്പെടാതെ അത് ഉറപ്പിക്കാതെ എല്ലാവരും കൂടി സമസ്തക്കാരന്റെ പിന്നാലെ പോയി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സാക്ഷ്യങ്ങളൊന്നും സ്വീകരിക്കൂല, മുജാഹിദികളെ സാക്ഷ്യം സ്വീകരിക്കൂല, പിന്നെ വേറെ പോകുന്നെ, അല്ലാതെ വേറെ എന്താ അവിടെ വഴിയില്ലേ? അതുകൊണ്ടാണ് മാറി ചിന്തിച്ചത്. മാറി ചിന്തിച്ചതിന്റെ പശ്ചാത്തലം അതാണ്. അതിവിടെ നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റവും സംഭവിക്കൂല. ഞങ്ങൾ മാറി ചിന്തിക്കുകയും ഞങ്ങൾ മാറി രീതി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ബോധം ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ പെരുന്നാളിന് ഒരുപാട് വിസ്തത്തിന്റെ ആളുകൾ എൻ്റെ കൂടെ പിന്നെ പെരിന്തൽമണ്ണയിൽ ഈദ്ഗാഹിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നിലപാട് ശരിയല്ലാത്തതുകൊണ്ട്, മനസ്സിലായില്ലേ? ഈ ഖുറാഫികളുടെ നിലപാട് അതിന് പിന്തുടരുക, ഈ ചിത്രത ഉണ്ടാക്കുക. അപ്പൊ ഈ ചിത്രതയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. നിങ്ങൾക്കിടയിലാണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം കൊണ്ടാണ് ചിത്രത ഉണ്ടാകുന്നത്. അതേസരം എല്ലാവരും കേരളത്തിലെ മുജാഹിദീങ്ങളെല്ലാം കൂടി ആ സൗദിയുടെ തീരുമാനത്തിനനുസരിച്ച് പോകാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭിന്നത ഉണ്ടാവില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആരും കസേരയുടെ പ്രശ്നം ഉണ്ടാവില്ല. ഈ കസേരക്കളിയാണല്ലോ നിങ്ങൾ വിഷയം. ഇലാൽ വിങ്, ക്രസന്റ് വിങ്, ഇലാൽ കമ്മിറ്റി, 100 കമ്മിറ്റിയാണ്, ഒരു ചന്ദ്രനെ ഉദിക്കുന്നുള്ളൂ. പലപ്പോഴും ചന്ദ്രനെ ഉദിക്കാൻ പേടിയാണ്. നിങ്ങളെ ഈ കമ്മിറ്റിക്കാരുടെ ബഹളം കൊണ്ടിട്ടേ ചന്ദ്രനെ ഉദിക്കാൻ പേടിയാണ് അവിടെ. എന്നിട്ട് നിങ്ങൾ ഈ സകല ഭിന്നത ഉണ്ടാക്കുക, എല്ലാ ഫിത്തനയും ഉണ്ടാക്കുക, എന്നിട്ട് യോജിക്കണം, ഒരുമിച്ചാണ്. എന്തൊരുമിച്ചാണ്? ഇനിയിപ്പോൾ ഒരുമിച്ചായി, നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരേ ദിവസത്താൽ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എങ്ങനെയാ? പെരുന്നാൾ ആഘോഷിക്കേണ്ട കാര്യത്തിൽ യോജിപ്പ് ആവശ്യമല്ലേ? കഴിഞ്ഞ ചെറിയ പെരുന്നാളോ വലിയ പെരുന്നാളോ, രണ്ടാമത്തെ പെരുന്നാള് പിന്നെ എല്ലാവരുടെയും എല്ലാവർക്കും ഒരു ദിവസത്തിലേന് പെരുന്നാൾ. അന്ന് ഞാൻ പെരിന്തൽമണ്ണയിൽ ഖതീബാണ്. അവിടെ ഈദ്ഗാഹിന് നേതൃത്വം കൊടുത്തത് ഞാനാണ്. തൊട്ടപ്പുറത്ത് പീഡിയക്കൊലായിൽ വിസ്തക്കാരൻ്റെ ഈദ്ഗാഹ് ഉണ്ടായിരുന്നു. അവിടെ എന്താ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേറെ ഈദ്ഗാഹ് ഉണ്ടാക്കണത്? എന്താ അവിടെ യോജിപ്പ് ആവശ്യമില്ല? അവിടെ നിങ്ങൾക്ക് യോജിപ്പ് ആവശ്യമല്ലേ? ഈ യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലായതിൽ മാത്രം മതിയോ യോജിപ്പ്? ഇങ്ങനെ 140 ഈദ്ഗാഹുകൾ ഒരേ സ്ഥലത്ത് ഉണ്ടാക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അതിനെന്താ നിങ്ങൾക്ക് ഇസ്ലാമിക തെളിവ്? എന്താ തെളിവ്? വിസ്തക്കാരൻ മറുപടി പറയണതിനൊക്കെ ഭിന്നത ഉണ്ടാക്കണം ഞങ്ങളാണെന്ന് പറയുകയും എന്നാൽ കൊടിയ ഭിന്നതയുടെ വക്താക്കളായി നിങ്ങൾ നിൽക്കുകയും ചെയ്യും. പ്രയോഗവൽക്കരിക്കുക നിങ്ങളവിടെ. എത്ര സ്ഥലത്ത്? ഇപ്പോൾ മുജാഹിദികൾ, ഇപ്പോൾ ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മുജാഹിദ് മഹല്ലാണ്. അവിടെ സ്ഥിരമായി ഈദ്ഗാഹുകൾ നടക്കുന്ന മഹല്ലാണ്. ആ മഹലിന്റെ തൊട്ടപ്പുറത്ത് വിഷ്ടക്കാരൻ വേറൊരു ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ പെരുന്നാളിനും അതിന്റെ മുമ്പിലത്തെ പെരുന്നാളിനും ഒക്കെ വേറെ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിട്ട് ഫിത്തന ഉണ്ടാക്കി. ഇവിടെ അങ്ങ് യോജിപ്പ് ആവശ്യമല്ലേ? പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഈദ്ഗാഹ് നടത്തേണ്ട ഗതികേട് വന്നില്ലേ നിങ്ങൾക്ക്? ഇതിന്റെ ആവശ്യം എന്താ? അവിടെ നിങ്ങൾക്ക് യോജിപ്പ് വേണ്ട. പെരുന്നാൾ ആഘോഷിക്കുന്നിടത്ത് യോജിപ്പ് വേണ്ട. ഇങ്ങനെ ഉണ്ടോ ഈദ്ഗാഹ്? ഇങ്ങനെ 100 കൂട്ടം ഈദ്ഗാഹ് നടത്താൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? പള്ളി ഉണ്ടാക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ പ്രശ്നം വേണ്ടേ? യോജിപ്പ് വേണ്ടേ? മുജാഹിദുകളുടെ അല്ലെങ്കിൽ KNMകാരന്റെ പള്ളി ഉള്ളതിന്റെ തൊട്ടു മുമ്പ് 10 മീറ്റർ ഇപ്പുറത്തേക്ക് വേറൊരു പള്ളി ഉണ്ടാക്കുകയും അവിടെ നിസ്കരിക്കാൻ ആളില്ലാത്ത ഗതികേടുണ്ടായിരിക്കുന്ന സ്ഥലം എത്ര സ്ഥലങ്ങളുണ്ട് ഇല്ലേ? പാലക്കാട് ജില്ലയും 1-2 സ്ഥലങ്ങളുണ്ട്. പള്ളി അവസാനം ഒഴിവാക്കിയ ചരിത്രം പോലും ഉണ്ടായിട്ടുണ്ട്. ഇതിനെന്തേ ഇവിടെ ഒന്നും യോജിപ്പ് ആവശ്യമില്ല? എന്തേ KNMകാരന്റെ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല? നിങ്ങൾ സ്വന്തം പള്ളി ഉണ്ടാക്കണം? എന്താ അതിന്റെ ആവശ്യം? എന്താ? ഇവിടെ ഒന്നും നിങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾ ഛിദ്രതയുടെ വക്താക്കളായി നിൽക്കുകയാണ് ഒരു ഭാഗത്ത്. എന്നിട്ട് മുജാഹിദീങ്ങളെ ഭിന്നിപ്പിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തലയിൽ കയറാം. ഞങ്ങളെ തലയിൽ കയറണ്ട. ഞങ്ങൾ ഈ പോക്ക് തന്നെ പോകും. കാലം കഴിയുന്നതനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഹയാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. മനസ്സിലായില്ലേ? ആളുകളൊന്നും നിങ്ങൾ വിചാരിച്ച മാതിരി ചിന്തിക്കുന്ന ആൾക്കാരല്ല. കുറച്ചൊക്കെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, പ്രമാണങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പ്രാവശ്യത്തെ ഞങ്ങൾ ഈദ്ഗാഹിൽ നല്ല പങ്കാളിത്തമുണ്ട്. കണ്ണൂരിൽ ഒരു സ്ഥലത്തുള്ള ഈദ്ഗാഹിൽ ആള് കുറഞ്ഞിട്ട് വിസ്തക്കാരൻ പോയി ഫോട്ടോ എടുത്തിട്ട് ചന്തിഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ നിലപാടാണ് വൃത്തികെട്ട നിലപാട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയോ? ഈ പെരുന്നാളിന് അവിടെ 10-200 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? മാറ്റങ്ങളുണ്ട്, പല ആൾക്കാരും മാറുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ തന്നെ എൻ്റെ സമ്മതത്തോടു കൂടി എന്നോട് ഇതിൽ ആഡ് ചെയ്യപ്പെടുന്ന പല വിസ്റ്റക്കാരുണ്ട്. വിസ്റ്റത്തിന്റെ കുളിയണ്ടർമാരായ പല ആൾക്കാരുണ്ട്. നിങ്ങളെ ഈ മുനാശ കണ്ട ആൾക്കാർ നിൽക്കുള്ളൂ. ആള് ഹക്ക് കണ്ടാൽ ബോധ്യപ്പെട്ടാൽ മാറും. ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോട്ടെ. 4 ചാല് പൂട്ടുമ്പം മണ്ണൊക്കെ ഇളകും. ഇൻഷാ അല്ലാഹ് നല്ല വിത്ത് മുളക്കുകയും ചെയ്യും. അതുകൊണ്ടൊന്നും ഈ മാരി പൊട്ടീസ് ഒന്നും ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണ്ട. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടെ പ്രകോപനപരമായി സംസാരിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇത് ദീനിന്റെ കാര്യമാണ്, സ്വന്തം കാര്യമല്ല. ഇവിടെ സ്വേച്ഛാധിപത്യവും പറ്റുകയില്ല.
നിങ്ങൾ പറയുന്നതെല്ലാം ബഷീർ സലഫി എന്ന് വിളിക്കണോ വേണ്ടയോ എന്ന് ഇനി അദ്ദേഹം പറയണം. ബഷീർക്ക എന്ന് വിളിക്കാം അല്ലെ? ബഷീർക്ക പറയുന്നതെല്ലാം നമ്മൾ പൂർണ്ണമായി അനുസരിക്കണം, തഖ്ലീദ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അദ്ദേഹം വയലന്റ് ആവുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ അദ്ദേഹവുമായി ഒരു സംസാരവുമില്ല. ഈ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ആള് ഞാനല്ലേ? പിലാശ്ശേരി നിങ്ങളാണോ? ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ അഡ്മിൻ പാനൽ ഗ്രൂപ്പിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ബഷീർ സലഫി എനിക്ക് മറുപടി തരും എൻ്റെ വോയിസിന്. ഗ്രൂപ്പിൽ ആരും തന്നെ ഒന്നും തന്നെ ഇടാൻ പാടില്ല, മെസ്സേജും അതേപോലുള്ളതൊന്നും പാടില്ല എന്ന് ശക്തമായ നിർദ്ദേശം തന്നതാ. നിങ്ങൾക്കത് ബാധകമൊന്നുമല്ല. ഇപ്പൊ ഇത് ഈ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ നല്ല ഒലിച്ചു പോകുന്നതല്ലല്ലോ. ക്ഷമ അവലംബിക്കണം, ക്ഷമ വേണം, സമ്മേളനത്തോടെ വേണം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. എടുത്തു ചാടി പുറപ്പെടരുത്. വളരെ സാവകാശം വേണം, എല്ലാത്തിനും ക്ഷമയോടുകൂടിയിട്ട് പെരുമാറാൻ എന്ന് ഒരു 100 വട്ടങ്ങൾ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ ഗ്രൂപ്പിൽ ആരും ഇടപെടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക പോളിസി ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. രാവിലെ കണ്ണോർ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് അടിച്ചു ചവറ് പോലെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാണ്. ഇത് ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയായിട്ടാ. കയറൂരി വിട്ടിട്ടൊന്നുമില്ല ഞാൻ ആരെയും. വളരെ ചീപ്പ് പരിപാടിയായി പോയി നിങ്ങൾ ചെയ്ത്, വളരെ ചീപ്പ്. ഈ ഗ്രൂപ്പിലെ ഈ ചർച്ച കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകൾക്ക് പുതിയൊരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അവിടെ ഈ വിഷയ സംബന്ധമായി നല്ല ചർച്ച നടക്കും. യോഗ്യന്മാരായ ആർക്കും അതിൽ വരാം, ചോദ്യങ്ങൾ ചോദിക്കാം, വിഷയം അവതരിപ്പിക്കാം, സംവാദങ്ങൾ നടത്താം. ഏത് നിലക്കുള്ള ചർച്ചയിലും ഞങ്ങൾ പങ്കാളികളാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ ശ്രോതാക്കൾക്ക് അത് കേൾക്കണം, കാണണം, അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിന്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അത് ഞാനിവിടെ അറിയിക്കുന്നു. പിന്നെ ഇവിടെ നടക്കുന്ന ചർച്ച, അമൽ സാഹിബിന്റെ ചോദ്യങ്ങൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞോട്ടെ. ഇവിടെ അദ്ദേഹത്തിന് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കട്ടെ, അത് ഞാൻ മറുപടി പറയും. ഇനി വേറെ ആർക്കെങ്കിലും വല്ല ഉപചോദ്യങ്ങളുണ്ടോ അതും കഴിഞ്ഞോട്ടെ. അതിനുശേഷം മാത്രമേ ലെഫ്റ്റ് ആവുന്ന പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുതൂഹലം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് തുടർ ചർച്ച നടക്കുകയുള്ളൂ. കാരണം ഇവിടെ നടക്കില്ല. ഇവിടെ നിഷ്പക്ഷമായി സത്യസന്ധമായി നടക്കില്ല. കാരണം ഇവിടുത്തെ മുഴുവൻ അഡ്മിന്മാരും ഒരു പക്ഷത്തെ കേന്ദ്രീകരിക്കുന്നവരാണ്. അവർ നേരത്തെ തന്നെ എനിക്കെതിരെ പല ജാതി കുതന്ത്രങ്ങളും കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ജിന്ന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ തന്നെ ചില അഡ്മിന്മാർക്ക്, ഞാനുമായി ബന്ധമുള്ള ചില അഡ്മിന്മാർക്ക്, വിസ്റ്റത്തിന്റെ നേതാക്കന്മാർ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വോയിസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് തന്നെ വിസ്റ്റത്തിന്റെ നേതാക്കന്മാർ ഇതിനെ അള്ളുവെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ അത് പിലാശ്ശേരിയുടെ മാസപ്പിറവി ബന്ധപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടന്ന ചർച്ചയോടുകൂടി അത് ഫാക്റ്റായി. ഇനിയിപ്പോ ഏതായിരുന്നാലും ഇവിടെ ഈ ഹക്ക് പറയാൻ നമുക്ക് കഴിയില്ല, സ്വതന്ത്രമായി സത്യസന്ധമായി പറയാൻ കഴിയില്ല. മാത്രമല്ല അമൽ സാഹിബ് അതിനോട് 100% ലോയൽറ്റി പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി ഇനിയിവിടെ നിഷ്പക്ഷമായി സത്യസന്ധമായി ചർച്ച നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രൂപ്പിലെ ബന്ധപ്പെട്ടവരായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഇവിടുത്തെ ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോവുകയുള്ളൂ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും
ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.